ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇത് പെട്ടെന്ന് എളുപ്പത്തിലൊരു ബിരിയാണി ഉണ്ടാക്കാൻ കേട്ടോ. ചിക്കനൊക്കെ മസാല കൂട്ടിയിട്ട് അത് പൊരിച്ചെടുക്കുക വെച്ചിട്ട് ചട്ടിയിലിട്ടിട്ടുണ്ട്. ഈ സമയം ബിരിയാണി വെക്കാനുള്ള ഉള്ളിയൊക്കെ അരിഞ്ഞെടുക്കാം. ഉള്ളി തക്കാളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് അത് വാട്ടാൻ വേണ്ടിയിട്ട് കുക്കറിലാണ്ട് വേവിക്കൽ. ഉള്ളി തക്കാളി കുക്കറിൽ 2 വിസിലടുപ്പിച്ച് എടുക്കും. എന്നാൽ പിന്നെ പെട്ടെന്ന് തന്നെ വാടി കിട്ടുകയും ചെയ്യും. അങ്ങനെയായിട്ട് ഞാൻ ചെയ്യൽ. ഉള്ളിയൊക്കെ അരിഞ്ഞെടുക്കെല്ലാം കഴിഞ്ഞ് ചിക്കൻ പൊരിച്ച എണ്ണയൊക്കെ എണ്ണയിട്ട പിന്നെ മസാല ഉണ്ടാക്കാൻ എടുക്കുന്നത്. അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും ചുവന്നുള്ളിയൊക്കെ ചതച്ചിട്ട് കൊടുത്ത് പിന്നെ കുക്കറിൽ വെച്ചിട്ട് ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ട് കൊടുത്ത് ഇതിലേക്ക് ആവശ്യത്തിന് മസാലയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടോ. ഇട്ട് മല്ലിച്ചപ്പിൻ്റെ ഇല നാരങ്ങ നീരും തൈരൊക്കെ ഒഴിച്ച് കൊടുത്ത് മസാല സെറ്റാക്കി എടുക്കണം കേട്ടോ. കുരുമുളക് പൊടി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മരത്ത് വന്ന് പറിച്ച് കുരുമുളക് വള്ളി വന്ന് പറിച്ചുകൊണ്ട് കുരുമുളക് ചതച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. ഇത് ആവശ്യത്തിന് തൈരൊക്കെ ഒഴിച്ച് കൊടുത്ത് മസാല ഇതിന് മുകളിലൊരു വാല വെച്ചിട്ട് കുക്കറിലാട്ട് നെയ്ച്ചോറ് വെച്ചിട്ട് അതിൻ്റെ വെള്ളമിട്ടിട്ട് ആവി കയറ്റി കൊടുക്കുക. എന്നിട്ട് ബിരിയാണി റെഡി ആയി കിട്ടും. ഇത് ഒരു ദിവസം ഉണ്ടാക്കിയ റെസിപ്പിയാണ് കേട്ടോ. ചിക്കന് പൊരിക്കാൻ വേണ്ടിയിട്ട് മസാലയെ പോലെ കൂട്ടിയിട്ട് വാഴയിലയിൽ ഇതേപോലെയൊക്കെ ഒന്ന് പൊതിഞ്ഞെടുത്തിട്ട് മൺചട്ടിയിലിട്ട് വേവിച്ചെടുക്കാട്ട് ചെയ്യുന്നത്. ഞങ്ങൾ വീട്ടിൽ പോയപ്പോൾ ചെയ്തതാണ് ഇട്ടത്. മൺചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഇതേപോലെ ഓയിലൊന്നിൽ ഒഴിച്ച് കൊടുത്തിട്ട് പൊതിഞ്ഞ് വെച്ച് ചിക്കൻ ഇങ്ങനെ വെച്ച് കൊടുക്കുക. മേലൊരു അടപ്പ് വെച്ച് കൊടുത്തിട്ട് കുറച്ച് കണൽ അതിലിട്ട് കൊടുത്ത് വേവിച്ചെടുക്കാണ്ട് ചെയ്യുന്നത്. ചെറിയ തീയിൽ ഇതുപോലെ ചെറിയ തീയിൽ വേവിച്ചെടുക്കുക. മുകളിൽ അടച്ച വെച്ച പാത്രം നല്ലതായിട്ട് കടലിട്ട് കൊടുക്കട്ടെ. ഇതൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല പൊരിഞ്ഞ പോലത്തെ കിട്ടിയിട്ട് ചിക്കൻ്റെ നെയ്യൊക്കെ ഇറങ്ങിയിട്ട് ഇതുപോലെ നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. വായലൊക്കെ നല്ലോണം പാടി ഇതേപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ.